നമസ്കാരം. ചരിത്രഭൂമികയിലേക്ക് സ്വാഗതം. എപ്സ്റ്റീൻ ഫയൽസിൽ കൂടുതൽ ചിത്രങ്ങളും രേഖകളും പുറത്തുവരുന്നു. ഇതോടെ നാണക്കേടിന്റെ പടുകുഴിയിലാണ് ബ്രിട്ടീഷ് രാഷ്ട്രീയവും രാജകുടുംബവും. അടിവസ്ത്രം മാത്രമണിഞ്ഞ മുൻമന്ത്രി എപ്സ്റ്റീനോട് വിവാഹാഭ്യർത്ഥന നടത്തി സാറ ഫെർഗൂസൺ. കഥകൾക്ക് ഒരു പഞ്ഞവുമില്ല. ലോകത്തെ ഞെട്ടിച്ച ജെഫ്രി എപ്സ്റ്റീൻ ആരാണെന്ന് നോക്കാം. അമേരിക്കയിൽ ശതകോടീശ്വരനായി വളർന്ന് ഒടുവിൽ ലൈംഗിക കുറ്റവാളിയായി മൺമറഞ്ഞ വിവാദ വ്യവസായിയാണ് എപ്സ്റ്റീൻ. കോടീശ്വരന്മാർക്കായി വിരുന്നുകളും നിശാപാർട്ടികളും സംഘടിപ്പിച്ചിരുന്ന എപ്സ്റ്റീൻ പിന്നീട് സെലിബ്രിറ്റികളുടെയും ഉന്നത രാഷ്ട്രീയക്കാരുടെയും ബിസിനസ്സുകാരുടെയും ലൈംഗിക ആവശ്യങ്ങൾക്കായി പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ കടത്തി എന്ന കുറ്റത്തിനാണ് അഴിക്കുള്ളിലായത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, പോപ്പ് രാജാവ് മൈക്കൽ ജാക്സൺ, നടൻ അലക്സ് ബാൾഡ്വിൻ, ചലച്ചിത്ര നിർമ്മാതാവ് ഹാർവി വെയിൻസ്റ്റീൻ, ആൻഡ്രൂ രാജകുമാരൻ എന്നിവർ ജെഫ്രി എപ്സ്റ്റീന്റെ കോണ്ടാക്ട് ലിസ്റ്റിലുണ്ടായിരുന്ന എണ്ണമറ്റ സെലിബ്രിറ്റികളിൽ ഉൾപ്പെടുന്നു. അമേരിക്ക വീണ്ടും ട്രംപിന്റെ കയ്യിലായതോടെ എപ്സ്റ്റീൻ ഫയലുകളെ ചൊല്ലിയുള്ള വിവാദങ്ങൾക്ക് വീണ്ടും തീപിടിച്ചിരുന്നു. ആഘോഷരാവുകളിൽ എപ്സ്റ്റീനൊപ്പമുള്ള ട്രംപിന്റെ ചിത്രങ്ങൾ സംശയങ്ങൾക്കും ആരോപണങ്ങൾക്കും വഴിവെച്ചു. അങ്ങനെ നിരന്തര സമ്മർദ്ദങ്ങൾക്കൊടുവിൽ എപ്സ്റ്റീൻ ഫയൽസ് പുറത്തുവിടാൻ ട്രംപ് തന്നെ പ്രഖ്യാപിച്ചു. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ അധികാര ഗൂഢാലോചനയുടെയും ലൈംഗിക ക്രൂരതയുടെയും പര്യായമാണ് ജെഫ്രി എപ്സ്റ്റീൻ. സാധാരണക്കാരനായി ജനിച്ച് ലോകത്തെ അതിശക്തരായ വ്യക്തികളെ തന്റെ വിരൽത്തുമ്പിൽ നിർത്തിയ ഒരു മനുഷ്യൻ ഒടുവിലൊരു ജയിലറയിൽ അന്ത്യം കുറിച്ച കഥയാണ് ഇത്. ജീവിതകാലത്തിനിടയിൽ 14നും 18നും ഇടയിൽ 3000 പെൺകുട്ടികളെയെങ്കിലും ലൈംഗിക വേകൃതങ്ങൾക്ക് ഇയാൾ വിധേയമാക്കിയിട്ടുണ്ട്. അവിവാഹിതനായിരുന്നു ഇയാൾ. ലോകത്തെ പ്രമുഖരായ പല ഭരണാധികാരികൾക്കും രാജകുമാരന്മാർക്കും ഇയാളുമായി ബന്ധമുണ്ടെന്നാണ് അമേരിക്കൻ നീതിന്യായ വകുപ്പ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ഫയലുകളിൽ നിന്നും മനസ്സിലാകുന്നത്. 1953 ന്യൂയോർക്കിലെ ബ്രൂക്ലിനിലാണ് എപ്സ്റ്റീൻ ജനിച്ചത്. പഠനത്തിൽ മിടുക്കനായിരുന്നുവെങ്കിലും കോളേജ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയില്ല. എങ്കിലും ഗണിതത്തിലുള്ള കഴിവ് മൂലം ന്യൂയോർക്കിലെ ഒരു പ്രശസ്ത സ്കൂളിൽ അധ്യാപകനായി ജോലി ലഭിച്ചു. എന്നാൽ അവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നതായിരുന്നില്ല അയാളിലെ മോഹങ്ങൾ. അധ്യാപക വൃത്തി ഉപേക്ഷിച്ച് അയാൾ സാമ്പത്തിക ലോകത്തിന്റെ സ്ഥിരാകേന്ദ്രമായ വാൾ സ്ട്രീറ്റിലേക്ക് ചേക്കേറി. അവിടെയുള്ള നിക്ഷേപ ബാങ്കുകളിൽ ജോലി ചെയ്തുകൊണ്ട് അയാൾ പണമുണ്ടാക്കാനുള്ള കുറുക്കുവഴികൾ പഠിച്ചു. 1982 സ്വന്തമായി ഒരു ഇൻവെസ്റ്റ്മെന്റ് കമ്പനി തുടങ്ങിയ എപ്സ്റ്റീൻ അതിസമ്പന്നരുടെ പണം മാത്രം കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചു. വിക്ടോറിയാസ് സീക്രട്ട് ഉടമ ലെസ്ലി വെക്സ്നറുമായുള്ള സൗഹൃദം അയാളെ ഒരു ശതകോടീശ്വരനാക്കി മാറ്റി. ഈ സമയത്താണ് ബ്രിട്ടീഷ് മാധ്യമ മുതലാളിയുടെ മകളായ ഗിസ്ലെയിൻ മാക്സ്വെല്ലിനെ എപ്സ്റ്റീൻ പരിചയപ്പെടുന്നത്. ലോകത്തെ ഉന്നത രാഷ്ട്രീയക്കാരിലേക്കും രാജകുടുംബങ്ങളിലേക്കും എപ്സ്റ്റീന് വഴി തുറന്നുകൊടുത്തത് മാക്സ്വെൽ ആയിരുന്നു. എപ്സ്റ്റീന്റെ ദ്വീപിൽ രഹസ്യ ക്യാമറകൾ സ്ഥാപിക്കാനും പ്രമുഖരുടെ ദൃശ്യങ്ങൾ പകർത്തി ബ്ലാക്ക്മെയിൽ ചെയ്യാനും എപ്സ്റ്റീനെ സഹായിച്ചത് ഗിസ്ലെയിൻ മാക്സ്വെൽ ആണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ആ രഹസ്യരേഖകളിൽ പലതും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല എന്നതാണ് വസ്തുത. ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ചിട്ടും ഇത്രയും ക്രൂരമായ കുറ്റകൃത്യങ്ങളിൽ പങ്കാളിയായ ഗിസ്ലെയിൻ മാക്സ്വെല്ലിന്റെ കഥ ലോകത്തെ ഞെട്ടിക്കുന്ന മറ്റൊന്ന്. ഇപ്പോൾ പുറത്തുവരുന്ന രേഖകളിൽ ഇവരെക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്ന് കരുതപ്പെടുന്നു. മാക്സ്വെൽ ഇപ്പോൾ ജയിലിലാണ്. പെൺകുട്ടികളെ വാഗ്ദാനങ്ങൾ നൽകി എപ്സ്റ്റീന്റെ അടുത്തേക്ക് എത്തിച്ചിരുന്നത് ഇവരാണ്. എല്ലായ്പ്പോഴും നിഗൂഢതകൾ നിറഞ്ഞതായിരുന്നു ഇയാളുടെ ബിസിനസ്. വമ്പന്മാരായ ശതകോടീശ്വരന്മാരുടെ പണം കൈകാര്യം ചെയ്യുന്ന ഒരാൾ എന്നായിരുന്നു ഇയാൾ പുറം ലോകത്തിന് നൽകിയിരുന്ന പരിവേഷം. എപ്സ്റ്റീന്റെ പ്രധാന ബിസിനസ് ഫിനാൻഷ്യൽ അഡ്വൈസർ എന്ന നിലയിലായിരുന്നു. എന്നാൽ സാധാരണക്കാരെയല്ല, മറിച്ച് ശതകോടീശ്വരന്മാരെ മാത്രമാണ് ഇയാൾ ഇടപാടുകാരായി സ്വീകരിച്ചിരുന്നത്. അമേരിക്കയിലെ വൻകിട വ്യവസായിയായ ലെസ്ലി വെക്സ്നർ ആയിരുന്നു ഇയാളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടപാടുകാരൻ. വെക്സ്നറുടെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ നിയന്ത്രിക്കാനുള്ള അധികാരം എപ്സ്റ്റീനായിരുന്നു. താനൊരു വലിയ ശാസ്ത്രസ്നേഹിയാണെന്ന് ഇയാൾ നടിച്ചിരുന്നു. ലോകത്തെ മികച്ച ശാസ്ത്രജ്ഞർക്കും ഹാർവാർഡ് പോലുള്ള സർവകലാശാലകൾക്കും ഇയാൾ വലിയ തുകകൾ സംഭാവനയായി നൽകി. ഇതിലൂടെ സമൂഹത്തിൽ മാന്യമായൊരു പ്രതിച്ഛായ ഉണ്ടാക്കിയെടുക്കാൻ ഇയാൾക്ക് കഴിഞ്ഞു. ചുരുക്കത്തിൽ, ബുദ്ധിയുള്ള ഒരു ഫിനാൻഷ്യൽ മാനേജർ എന്നതിനപ്പുറം ലൈംഗികതയും അധികാരവും പണവും കൂട്ടിയിണക്കി ലോകത്തെ അതിസമ്പന്നരെ നിയന്ത്രിച്ചിരുന്ന ഒരു ഇടനിലക്കാരനായിരുന്നു എപ്സ്റ്റീൻ. എപ്സ്റ്റീൻ തന്റെ പണം ഉപയോഗിച്ച് കരീബിയൻ കടലിൽ ലിറ്റിൽ സെന്റ് ജെയിംസ് എന്ന സ്വകാര്യ ദ്വീപ് വാങ്ങി. അവിടെ അയാൾ ഒരു ആഡംബര ലോകം പടുത്തുയർത്തി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയും ഇവിടേക്ക് കടത്തിക്കൊണ്ടുവന്നു. തന്റെ സ്വകാര്യ വിമാനമായ ലോലിത എക്സ്പ്രസിൽ പ്രമുഖരായ വ്യക്തികളെ ഈ ദ്വീപിലേക്ക് ക്ഷണിക്കുകയും അവർക്ക് ഈ പെൺകുട്ടികളെ കാഴ്ചവെക്കുകയും ചെയ്തു. അവിടെ സ്ഥാപിച്ചിരുന്ന രഹസ്യ ക്യാമറകൾ വഴി ഈ പ്രമുഖരുടെ ലൈംഗിക ദൃശ്യങ്ങൾ പകർത്തി അവരെ തന്റെ വരുതിയിൽ നിർത്തുന്നതായിരുന്നു അയാളുടെ പ്രധാന തന്ത്രം.
2005 ഫ്ലോറിഡയിൽ വെച്ചാണ് എപ്സ്റ്റീന്റെ ക്രൂരതകൾ ആദ്യമായി പുറംലോകം അറിയുന്നത്. 2008 അയാൾ ശിക്ഷിക്കപ്പെട്ടുവെങ്കിലും തന്റെ വലിയ സ്വാധീനം ഉപയോഗിച്ച് കേവലം 13 മാസം മാത്രം തടവ് അനുഭവിച്ച് പുറത്തിറങ്ങി. ജയിലിലായിരുന്നപ്പോൾ പോലും പകൽ സമയം തന്റെ ഓഫീസിൽ ജോലി ചെയ്യാൻ അയാൾക്ക് പ്രത്യേക അനുമതി ലഭിച്ചിരുന്നു എന്നത് അന്നത്തെ നീതിന്യായ വ്യവസ്ഥയെ ഞെട്ടിച്ച കാര്യമായിരുന്നു. 2019 നിയമം വീണ്ടും അയാളെ തേടിയെത്തി. ലൈംഗിക വ്യാപാരത്തിന് അറസ്റ്റിലായ എപ്സ്റ്റീന് ഇത്തവണ രക്ഷപ്പെടാനായില്ല. എന്നാൽ വിചാരണ തുടങ്ങുന്നതിനു മുൻപ് 2019 ഓഗസ്റ്റ് 10 ന്യൂയോർക്കിലെ അതീവ സുരക്ഷയുള്ള ജയിലിൽ അയാളെ മരിച്ച നിലയിൽ കണ്ടെത്തി. ലോകത്തെ ഏറ്റവും വലിയ പ്രമുഖരുടെ രഹസ്യങ്ങൾ പുറത്തുവിടുമെന്ന് ഭയന്നവർ അയാളെ കൊലപ്പെടുത്തിയതാണെന്ന് പലരും വിശ്വസിക്കുന്നു. എപ്സ്റ്റീൻ മരിച്ചുവെങ്കിലും അമേരിക്കൻ നീതിന്യായ വകുപ്പ് ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന രേഖകൾ ലോകത്തെ വിറപ്പിക്കുകയാണ്. പണവും അധികാരവും ഉപയോഗിച്ച് മനുഷ്യനെ അടിമയാക്കിയ ഒരു കറുത്ത അധ്യായത്തിന്റെ സാക്ഷ്യപത്രമായി എപ്സ്റ്റീൻ കേസ് ഇന്നും അവശേഷിക്കുന്നു. ആയിരക്കണക്കിന് പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ചിട്ടും ഒരിക്കൽ പോലും ഇയാൾ ഖേദം പ്രകടിപ്പിച്ചിട്ടില്ല. മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കാൻ കഴിയാത്ത ഇത്തരം സ്വഭാവം സൈക്കോപ്പതി എന്ന അവസ്ഥയുടെ ലക്ഷണമാണ്. താൻ ചെയ്യുന്നത് തെറ്റാണെന്ന ബോധ്യമുണ്ടായിട്ടും അത് ആവർത്തിച്ചു ചെയ്യാനുള്ള ക്രൂരത ഇയാൾ കാണിച്ചിരുന്നു. ലൈംഗികതയേക്കാൾ ഉപരിയായി മറ്റൊരാളെ പൂർണ്ണമായും തന്റെ നിയന്ത്രണത്തിലാക്കുന്നതിലൂടെ ലഭിക്കുന്ന അധികാരമാണ് ഇയാൾ ആസ്വദിച്ചിരുന്നത്. ഇരകളെ ഭീഷണിപ്പെടുത്തിയും പണം നൽകി വശത്താക്കിയും തന്റെ അടിമകളാക്കി മാറ്റുന്നതിലൂടെ ഒരുതരം ഗോഡ് കോംപ്ലക്സ് ഇയാൾ അനുഭവിച്ചിരുന്നു. എപ്സ്റ്റീന് മറ്റൊരു ഭ്രാന്തമായ ചിന്ത കൂടിയുണ്ടായിരുന്നു. തന്റെ അതിബുദ്ധിമാനായ DNA ഉപയോഗിച്ച് ലോകം മുഴുവൻ തന്റെ കുട്ടികളെ ഉണ്ടാക്കണം എന്ന് ഇയാൾ ആഗ്രഹിച്ചിരുന്നു. അതിനായി തന്റെ ഫാമിൽ ഒരേ സമയം ഒട്ടേറെ സ്ത്രീകളെ താമസിപ്പിച്ച് ഗർഭിണികളാക്കാൻ ഇയാൾ പദ്ധതിയിട്ടിരുന്നതായി അന്വേഷണത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ചുരുക്കത്തിൽ അസാധാരണമായ ബുദ്ധിയും അതിലേറെ മാരകമായ മാനസിക വൈകൃതങ്ങളും ചേർന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഇയാളുടേത്. പണവും സ്വാധീനവും ഉപയോഗിച്ച് തന്റെ രോഗാവസ്ഥയെ ഒരു വലിയ കുറ്റകൃത്യ ശൃംഖലയായി മാറ്റാൻ ഇയാൾക്ക് കഴിഞ്ഞു എന്നതാണ് ഏറ്റവും ഭയപ്പെടുത്തിയ മറ്റൊരു കാര്യം.